ശ്രീജിത്ത് പണിക്ക നേരത്തെ ഇവിടെ ചർച്ച ചെയ്ത ഒരു കാര്യമാണ്. അതായത് കൂത്തുപറമ്പ് വെടിവെപ്പിന് ആധാരമായിട്ടുള്ളത് സ്വാശ്രയ സ്വകാര്യ പ്രൊഫഷണൽ കോളേജുകൾക്കെതിരെയുള്ള DYFIയുടെ SFIയുടെ സമരം ആയിരുന്നു. അതാണ് 5 പേരുടെ കൊലപാതകത്തിൽ അത് കലാശിച്ചത്. അന്ന് ആർക്കെതിരെയാണോ CPM രോഷം കാണിച്ചത്, അരിശം തീർത്തത്, അയാളെ MV രാഘവനെ അദ്ദേഹത്തിൻ്റെ അന്ത്യകാലത്ത് ചേർത്ത് നിർത്തി. അദ്ദേഹത്തിൻ്റെ മകന് പാർട്ടിയിൽ അംഗത്വം നൽകി. മാത്രമല്ല, ഈ വെടിവെപ്പിന് കാരണമായ സഹകരണ ആശുപത്രിയുടെ ഭരണം പിന്നീട് CPM ഏറ്റെടുത്തു. അപ്പോൾ ഈ വെടിവെപ്പിന് നേതൃത്വം നൽകിയെന്ന് CPM പറയുന്ന റവാഡ ചന്ദ്രശേഖരനെ സംസ്ഥാന പോലീസിൻ്റെ തലപ്പത്തേക്ക് കൊണ്ടുവന്നതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. ഇതിനകം തന്നെ അവരുടെ നിലപാടുകളിലൊക്കെ വെള്ളം ചേർത്തത് നമ്മൾ കണ്ടതാണല്ലോ. പക്ഷേ എങ്കിലും റവാഡ ചന്ദ്രശേഖരനെ തള്ളാനാവാതിരുന്നത് ഒരുപക്ഷെ ആ UPSC അംഗീകരിച്ച 3 അംഗ പട്ടികയിൽ മറ്റ് 2 പേരും കൂടുതൽ അപ്രിയരായത് കൊണ്ടല്ലേ? അല്ലേ, ഒരാളെ CPMൻ്റെ ഇംഗിതത്തിന് വഴങ്ങുന്ന ഒരാളെ കിട്ടിയില്ല. ഈ കൂട്ടത്തിൽ കുറച്ചുകൂടി കുഴപ്പമില്ല എന്ന് തോന്നിയത് കൊണ്ട് റവാഡ ചന്ദ്രശേഖരനെ അംഗീകരിച്ചു, പുതിയ പോലീസ് മേധാവിയാക്കി എന്നല്ല മനസ്സിലാക്കേണ്ടത്. ശ്രീനിൽ, നിശ്ചയമായും എൻ്റെ ഓഡിയോ ലൈനിൽ കേൾക്കുന്നതിൽ എന്തോ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടോ, ഒന്ന് കറക്റ്റ് ചെയ്യണേ. നോക്കൂ, ഇതില് ഒരു പ്രധാനപ്പെട്ട കാര്യം 1994 നവംബറിലാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പൊ അന്ന് CPM ആ പ്രദേശത്ത് ആരൊക്കെ ഉണ്ടായിരുന്നോ ആൾക്കാരെ എല്ലാം അവരെല്ലാവരും പ്രതിസ്ഥാനത്ത് നിൽക്കേണ്ടവരാണ് എന്ന അർത്ഥത്തിലാണ് ആ സമയം മുതൽ അവർ പ്രതികരിച്ചു വന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് നമുക്കറിയാം, അന്നത്തെ പൊളിറ്റിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റിനെതിരെ അതിശക്തമായിട്ടുള്ള ആക്ഷേപം ഉണ്ടായിരുന്നു, പോലീസുകാർക്കെതിരെ ഉണ്ടായിരുന്നു. ഇത് ഒരു കോൺസ്പിറസി അല്ലാതെ അങ്ങനെ ഉണ്ടാവില്ല എന്ന രീതിയിലത്തേക്കുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ഉണ്ടായിരുന്നു. ഇതെല്ലാം തന്നെ നമ്മൾ കണ്ടതാണ്. പക്ഷെ അതിനുശേഷം ഈ അടുത്ത വർഷങ്ങളിലായിട്ട് നമ്മൾ കാണുന്നത് എല്ലാ കാര്യങ്ങളിലും CPM പിന്നീട് വെള്ളം ചേർക്കുന്നതാണ്. അത് ഒരുപക്ഷെ ശ്രീ MV രാഘവനെ അദ്ദേഹത്തിന്റെ അവസാന നാളുകളിൽ സ്വീകരിക്കുന്ന കാര്യം പോലെയല്ല, അതിനും എത്രയോ മുമ്പ് തന്നെ ഇവരുടെ പല നയങ്ങളിലും നിലപാടുകളിലും എല്ലാം തന്നെ ഇവർ വെള്ളം ചേർത്ത് തുടങ്ങിയിരുന്നു. ഇപ്പോ നമുക്കറിയാം, സ്വാശ്രയ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് CPMന്റെ നയം ആ ഒരു സമയത്ത് എന്തായിരുന്നു? ഉന്നത വിദ്യാഭ്യാസ മേഖലകളിലെ സ്വകാര്യ സർവകലാശാലകൾ അല്ലെങ്കിൽ സ്വകാര്യ പങ്കാളിത്തം, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിലപാട് എന്തായിരുന്നു? ആ ഒരു സമയത്ത് കാര്യമായി ചർച്ച ചെയ്തില്ല എങ്കിൽ പോലും വിദേശ സർവകലാശാലകളുമായി ബന്ധപ്പെട്ട് CPMന്റെ കൺവെൻഷണൽ നിലപാട് എന്തായിരുന്നു? ഈ കാര്യങ്ങളെല്ലാം തന്നെ പിന്നീട് അവർ വെള്ളം ചേർത്ത് അങ്ങേ അറ്റം ഡൈല്യൂട്ട് ചെയ്തിരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പൊ എന്ത് ആവശ്യത്തിന് വേണ്ടിയിട്ടാണോ അന്ന് ആ സമരം നയിച്ചത്, എന്തിനു വേണ്ടിയിട്ടാണോ അന്ന് 5 DYFI സഖാക്കളുടെ അവർ രക്തസാക്ഷിയാകേണ്ടി വന്ന സാഹചര്യം, സഖാവ് പുഷ്പൻ ഉൾപ്പെടെയുള്ള നിരവധി ആൾക്കാർ പിന്നീട് ഇതിന്റെ ജീവിക്കുന്ന രക്തസാക്ഷികളായി മാറേണ്ടി വന്ന സാഹചര്യം എന്താണ്? ഇതിനെക്കുറിച്ച് കൃത്യമായി ധാരണയുള്ള, നമ്മളെ കാണുമ്പോൾ ഇപ്പോഴും പുഷ്പനെ അറിയാമോ എന്ന് പാട്ട് പാടുന്ന ഈ സഖാക്കളെ സംബന്ധിച്ചിടത്തോളം എന്ത് നിലപാടിന്റെ പേരിലാണോ അന്ന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നത്, അതിനെ ഇന്ന് അവർക്ക് സാധൂകരിക്കാനോ അതിനോടൊപ്പം നിൽക്കാനോ അവർക്ക് കഴിയുന്നില്ല എന്നുള്ള രാഷ്ട്രീയ പാപ്പരത്വമാണ് ഇതിലെ പ്രധാനപ്പെട്ട വിഷയം. കാരണം നിലപാട് പിൻവലിച്ചു, പിന്നീട് നിലപാട് മയപ്പെടുത്തി. CPMന്റെ ഇന്ന് ഭരണത്തിലിരിക്കുന്നത് അടക്കമുള്ള സഖാക്കന്മാരുടെ മക്കളൊക്കെ എവിടെയാണ് പഠിച്ചിരിക്കുന്നത്, സ്വാശ്രയ വിദ്യാഭ്യാസ അതിന്റെ ഗുണഫലമാണോ അവർ നേടിയിരിക്കുന്നത് എന്നതിനെ പറ്റി ആലോചിച്ച് നോക്കുക. അന്ന് ഇവർ എതിർത്തിരുന്ന രാഷ്ട്രീയ നേതാവിനെ പിന്നീട് ഇവർക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിച്ചു. അദ്ദേഹത്തിന്റെ കുടുംബത്തിനെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ മകനെ അവരുടെ ഫോൾഡിലേക്ക് എടുക്കുന്നതിന് വേണ്ടിയിട്ടും പദവികൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടും അവർക്ക് സാധിച്ചു. സ്വാശ്രയ വിദ്യാഭ്യാസം പോയിട്ട് വിദേശ സർവകലാശാലകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പോലും കാര്യമായിട്ടുള്ള ചർച്ചകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം അന്ന് ഭരണപക്ഷത്തിന് വേണ്ടി പണിയെടുത്ത എന്ന അർത്ഥത്തിൽ ഇവർ വിമർശിച്ചിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെ അതിനെ കൊലക്കുറ്റം ആരോപിച്ചു. അവരെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്നുള്ള താല്പര്യമുണ്ടായിരുന്നു. അന്വേഷണ കമ്മീഷനെയൊക്കെ നിയമിച്ചു. അവസാനം കോടതിയിലെത്തുന്ന സമയത്ത് സാങ്കേതികമായിട്ടുള്ള ഒരു കാരണത്തിന്റെ അടിസ്ഥാനത്തിൽ 18 വർഷം കഴിഞ്ഞതിന് ശേഷം ഇവർക്ക് മേലെ ചാർത്തപ്പെട്ടിരുന്ന കുറ്റത്തിൽ നിന്ന് അവരെ വിടുതൽ ചെയ്ത് കൊണ്ടുപോകുന്നത് നമ്മൾ കണ്ടു. അത് കഴിഞ്ഞ് വീണ്ടും ഒരു 12-13 വർഷം കഴിയുമ്പോഴേക്കും ഇവരെല്ലാം സർക്കാരിന് ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരായിട്ട് മാറുകയാണ്. അപ്പൊ അങ്ങനെയാണ് എങ്കിൽ അന്ന് ഇതിന് വെടിവെപ്പ് നയിച്ചു എന്നതിന്റെ അടിസ്ഥാനത്തിൽ ചുമതല ഏറ്റെടുത്തിട്ട് 1-2 ദിവസം മാത്രമേ അവിടെ ആയിട്ടുള്ളൂ എന്നുള്ള ഒരു ന്യായത്തിന് ആ ഒരു എക്സ്ക്യൂസ് പോലും അവിടെ നൽകാതെ റവാഡ ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇതിൽ മറുപടി പറയേണ്ടതാണ് എന്നുള്ള അർത്ഥത്തിൽ അവരെ പ്രോസിക്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും
കൊലക്കുറ്റം അവർക്ക് മേൽ ചുമത്തുന്നതിന് വേണ്ടിയിട്ടും ശ്രമിച്ചിരിക്കുന്ന ആൾക്കാർ ഇന്ന് അതേ നിലപാട് സ്വീകരിക്കുന്നുണ്ട് എങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന ലിസ്റ്റിൽ നിന്ന് മറ്റൊരു പേരുകാരനെ വേണമെങ്കിൽ അവർക്ക് സ്വീകരിക്കാമായിരുന്നു. അപ്പൊ അതിനർത്ഥം അന്നത്തെ രാഷ്ട്രീയ നയം, സർക്കാരിന്റെ നയം, കരുണാകരൻ സർക്കാരിന്റെ നയം തെറ്റായിരുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അഥവാ അന്നത്തെ പോലീസിന് ഇതല്ലാതെ മറ്റു മാർഗങ്ങളൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഇനി CPM ഈ കാര്യത്തിൽ ചെയ്യേണ്ടത് ഒന്ന് മാത്രമേ ഉള്ളൂ. എല്ലാത്തിലും വെള്ളം ചേർത്ത സ്ഥിതിക്ക് ഇനി അവർ ചെയ്യേണ്ടുന്ന ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. നമ്മളും ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ അവരെ നോക്കി അവരോട് പുഷ്പനെ അറിയാമോ, നിങ്ങളുടെ പുഷ്പനെ അറിയാമോ എന്ന് ചോദിക്കണം. ഒപ്പം ഇനി അവർ ചെയ്യേണ്ടത് കൂത്തുപറമ്പിൽ അവരുടെ ഇടപെടൽ ശരിയായോ ഇല്ലയോ എന്നതിനെക്കുറിച്ച് സത്യസന്ധമായിട്ട് ഒരു നിലപാട് പറയണം. കാരണം നിങ്ങൾക്ക് ആശയപരമായിട്ട് വിയോജിപ്പുകൾ ഉണ്ടാകാം, രാഷ്ട്രീയമായിട്ട് പ്രതിഷേധ പ്രകടനങ്ങൾ ഉണ്ടാകാം, സമാധാനപരമായിട്ട് ജനാധിപത്യപരമായിട്ട് പ്രതിഷേധിക്കാനുള്ള അവസരങ്ങളുണ്ട്. പക്ഷേ ഈ നാട്ടിൽ ഭരണം കൈകാളുന്ന ഒരു മന്ത്രി, അദ്ദേഹം എവിടെ പോയി കഴിഞ്ഞാലും ഞങ്ങൾ റോഡിൽ തടയും എന്നും അദ്ദേഹത്തിന് ഒരു ഔദ്യോഗിക പരിപാടികളിലേക്കും പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ അനുവദിക്കില്ല എന്നും പറയുന്നത് ജനാധിപത്യത്തിന് ചേരുന്നതാണോ അല്ലയോ? അപ്പൊ അന്ന് അങ്ങനെ ഒരു സംഘർഷം ലഘൂകരിക്കാനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നോ? നിങ്ങൾ പറഞ്ഞിരുന്നത് പോലെയുള്ള ഒരു ഗൂഢാലോചന അതിന് പിന്നിലുണ്ടായിരുന്നോ? അങ്ങനെ ആരോടെങ്കിലും ഫേവററ്റിസമോ ഫിയറോ കാണിക്കുന്ന രീതിയിലത്തേക്കുള്ള ഒരു സമയം റവാഡ ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള പോലീസുകാർക്ക് അന്ന് കിട്ടിയിരുന്നു, പ്രത്യേകിച്ച് ഇദ്ദേഹത്തിനെങ്കിലും കിട്ടിയിരുന്നു തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് CPM സത്യസന്ധമായിട്ടുള്ള ഒരു വിലയിരുത്തൽ നടത്തണം. അതവർ ചെയ്യില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഏത് കാരണത്താലാണോ ഒരാള് ഇവരെ രക്തസാക്ഷി എന്ന രീതിയിലേക്ക് വിളിക്കുന്നത്, ആ കോസിനൊപ്പമേ അവരെന്ന് നിന്നിട്ടുള്ളൂ. ആ കോസിൽ എത്രത്തോളം വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിലും നമുക്കറിയാമല്ലോ, ബോംബ് നിർമ്മിക്കുന്ന സമയത്ത് ആ ബോംബ് പൊട്ടി അതിന്റെ കാരണത്താൽ മരണപ്പെട്ടു പോയ ആൾക്കാരെ പോലും രക്തസാക്ഷികളുടെ ലിസ്റ്റിൽ ചേർത്തിരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. എന്ന് വെച്ചാൽ അവരുടെ ആ കോസിനെ നമ്മൾ ഇഴകീറി ചോദിച്ചു കഴിഞ്ഞാൽ ബോംബ് ഉണ്ടാക്കുന്നതിനൊപ്പമല്ല CPM. പക്ഷെ അവരുടെ സഖാക്കൾ ബോംബ് ഉണ്ടാക്കുന്നതിനിടയ്ക്ക് അത് പൊട്ടി മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് എന്തോ വലിയ ജനാധിപത്യ പോരാട്ടമാണ് എന്ന അർത്ഥത്തിൽ അവരെ കൂടി ചേർത്ത് ഇവരുടെ രക്തസാക്ഷി പട്ടിക വിപുലീകരിക്കുക എന്നുള്ള ഒരു രീതിയിലത്തേക്കാണ് ഇവർ പോയിരിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, പല വിഷയങ്ങളിൽ നമ്മളിത് കണ്ടതല്ലേ? ഈ കൂത്തുപറമ്പ് വിഷയം എന്ന് പറയുമ്പോൾ അവസാനം വന്നിരിക്കുന്ന ഒരു വിഷയം എന്നത് മാത്രമല്ലേ ഉള്ളൂ. ഇവരുടെ കഴിഞ്ഞ ഒരു 30-40 വർഷത്തെ അവരുടെ സമരങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, അവരെപ്പോഴൊക്കെ പ്രതിപക്ഷത്തിരിക്കുന്നോ ആ സമയത്ത് അവരുടെ ഇടപെടലുകൾ നോക്കിക്കഴിഞ്ഞാൽ, അവരുടെ നിലപാടുകളും നയങ്ങളും നോക്കിക്കഴിഞ്ഞാൽ, പണ്ട് ആൾക്കാർ പറഞ്ഞിരുന്ന കാര്യങ്ങൾ, ഇവരെ തിരുത്തിക്കാനായിട്ട് ശ്രമിച്ചിരുന്ന കാര്യങ്ങൾ, അതെല്ലാം തന്നെ പതിറ്റാണ്ടുകൾ കഴിയുന്ന സമയത്ത് ഇവര് അതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നതിന് വേണ്ടിയിട്ടും ഇവരുടെ നിലപാടിനെ തിരുത്തുന്നതിനും തള്ളിപ്പറയുന്നതിനും വേണ്ടിയിട്ട് ഇവർ ശ്രമിച്ചിട്ടുണ്ട്. അതിവിടെ മാത്രമല്ല, CPMന്റെ മൊത്തത്തിലുള്ള ഒരു പ്രശ്നമാണ്. അതായത് അവരുടെ ഒരു DNA പ്രശ്നമാണ്, ഒരു ജനറ്റിക് പ്രശ്നമാണ്. അതല്ലാതെ കേവലം കേരളത്തിൽ മാത്രമുള്ള ഒരു വിഷയമായിരുന്നുവെങ്കിൽ ഇവിടെ മാത്രമേ ഇത് ഉണ്ടാകുമായിരുന്നുള്ളൂ. മറിച്ച് ഇതേപോലെയുള്ള പല കാര്യങ്ങൾക്കും പബ്ലിക് ഓഡിറ്റിനും ഒക്കെ വിധേയമായതുകൊണ്ടാണ് ഇവരുടെ ഏറ്റവും വലിയ ശക്തി ദുർഗങ്ങൾ എന്നൊരു കാലത്ത് പുകൾ പെറ്റിരുന്ന ത്രിപുരയും ബംഗാളും ഉൾപ്പെടെ അവർക്ക് നഷ്ടമായത്. അപ്പൊ ഇപ്പൊ കേരളത്തിലും അവരതിന് സമാനമായിട്ടുള്ള സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഇനി ഇപ്പോൾ പല രീതിയിലത്തേക്കുള്ള ന്യായീകരണങ്ങളൊക്കെ കണ്ടു. ശ്രീ വി.എൻ. വാസവന്റെ ഭാഗത്തു നിന്നാണെങ്കിലും അല്ലെങ്കിൽ ശ്രീ M.V. ഗോവിന്ദന്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഒക്കെ തന്നെ മെറിറ്റ് മാത്രമാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന രീതിയിലത്തേക്കുള്ള അഭിപ്രായ പ്രകടനങ്ങളൊക്കെ വരുന്നു. രാഷ്ട്രീയമായിട്ട് പ്രതികരിക്കേണ്ടത് വിഷയമല്ല എന്ന രീതിയിലത്തേക്ക് പലരുടെയും അഭിപ്രായങ്ങളൊക്കെ വരുന്നു. ഞാൻ ചോദിക്കുന്നത്, മോറൽ ഗവേണൻസ് എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. നമ്മളെല്ലാ കാര്യത്തിലും, പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിൽ അധികാരത്തിലിരിക്കുന്ന ഒരാളിനെ നമ്മളൊരു പബ്ലിക് ഓഡിറ്റിന് വിധേയമാക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് ഈ മോറൽ കോമ്പസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മോറൽ കോമ്പസ്, അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു മോറൽ ഗവേണൻസ് എന്നുള്ള ഒരു പ്രിൻസിപ്പിൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ മെറിറ്റ് ആണോ അതോ നിങ്ങൾ ഇത്രയും കാലം പാടി നടന്നിരിക്കുന്ന നിങ്ങളുടെ തത്വങ്ങളും ആശയങ്ങളും ആദർശങ്ങളുമാണോ വലുത് എന്നുള്ള ഒരു മറുചോദ്യമുണ്ട്. അപ്പോൾ ഇനി CPMന്റെ നേതാക്കളെ കാണുന്ന സമയത്ത് നമ്മൾ അവരോട് ചോദിക്കേണ്ടത് ഇതാണ്: നിങ്ങൾക്ക് കൂത്തുപറമ്പിൽ തെറ്റുപറ്റിയോ? തെറ്റു പറ്റിയിട്ടില്ല എങ്കിൽ ആരോപണ വിധേയരായിട്ടുള്ള ആൾക്കാരെ നിങ്ങൾ ഒന്നൊന്നാകെ എന്തിനാണ് പല സമയങ്ങളിലായിട്ട് പിന്നീട് ഫേവർ ചെയ്യുന്നത്? അവരെ ഉൾക്കൊള്ളാൻ നിങ്ങൾ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെ ഈ ഒരു പ്ലാൻഡ് ആയിട്ടുള്ള ഒരു മർഡറിന് കാരണക്കാരനായി എന്ന് നിങ്ങൾ ആരോപിച്ചിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെ ഇന്ന് കേരളത്തിൽ കിട്ടാവുന്ന ഏറ്റവും ഉയർന്ന പോലീസ് പദവിയിലേക്ക് നിങ്ങൾക്ക് അവരോധിക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാഗത്ത് മെറിറ്റ് ആണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ അദ്ദേഹത്തിന്റെ എല്ലാ നടപടിക്രമങ്ങളിലും നിങ്ങൾ മെറിറ്റ് കാണണം. അതല്ല എങ്കിൽ അന്ന് കൂത്തുപറമ്പിൽ 94 നവംബർ 25 ഉണ്ടായിരുന്ന പ്രവൃത്തിയിൽ മെറിറ്റ് ഇല്ല എന്ന് കണ്ടുകൊണ്ട്, അത് തെറ്റായിരുന്നു എന്ന് കണ്ടുകൊണ്ട്, ആ ഒരൊറ്റ കാരണത്താൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റി നിർത്താം. നമ്മുടെ നാട്ടിൽ ഗവർണർക്കെതിരെ യൂണിവേഴ്സിറ്റിയുടെ കാര്യത്തിലാണെങ്കിലും ഭാരതാംബയുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ തന്നെ നിരന്തരമായിട്ടുള്ള പ്രതിഷേധം നടത്തുന്ന എത്രയോ കുട്ടി സഖാക്കന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തിന്റെ പേരിലാണ്? അവരുടെ ഒരു ആശയത്തിന്റെ പേരിലാണല്ലേ. അവർക്ക് ഒരു കാലത്തും ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നൊരാശയത്തിന്റെ പേരിലാണ്. നാളെ കുറെ കാലം കഴിയുമ്പോൾ, ഒരു 10-20 കൊല്ലം കഴിയുന്ന സമയത്ത് ഇവർ ഭാരതാംബയുടെ ചിത്രം വെച്ച് പൂജിക്കില്ല എന്നാര് കണ്ടു? അതിനു മുന്നിൽ ആരതി ഒഴിയില്ല എന്നാര് കണ്ടു? നമുക്ക് പറയാൻ കഴിയുമോ? ഇവരുടെ ഇതുവരെയുള്ള ട്രാക്ക് റെക്കോർഡ് വെച്ചിട്ട് ഇവരത് ചെയ്യില്ല എന്ന് പറയാനായിട്ട് ഈ പാനലിലുള്ള ആർക്കെങ്കിലും സാധിക്കുമോ? എനിക്ക് തോന്നുന്നില്ല. ഒരുപക്ഷെ നാളത്തെ ഒരു കാലത്ത് നിലനിൽപ്പിന് വേണ്ടി അല്ലെങ്കിൽ ഇതിലേക്കാണ് നമ്മൾ ആത്യന്തികമായിട്ട് എത്തേണ്ടത് എന്നുള്ള ഒരു തോന്നലുണ്ടാകുന്ന സമയത്ത്
ഇവരുടെ കയ്യിൽ നമ്മൾ ഈ പറയുന്ന മതപുസ്തകങ്ങളും ഇവരുടെ കയ്യിൽ ഈ ഭാരതാംബയുടെ ചിത്രവും ഒക്കെ തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എനിക്ക് ദയവ് ചെയ്ത് CPM-ന്റെ നേതൃത്വത്തിനോട് അഭ്യർത്ഥിക്കാനുള്ളത്, നിങ്ങൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ, നിങ്ങൾക്ക് സെക്രട്ടേറിയറ്റും പോളിറ്റ് ബ്യൂറോയും ഇങ്ങനെ പല സംവിധാനങ്ങളുണ്ട്, ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു നയരൂപീകരണത്തിലേക്ക് പോകുന്ന സമയത്ത് ക്ലാരിറ്റി ഓഫ് തോട്ട് ഉണ്ടായിരിക്കുക. അതല്ലാതെ കേവലം നിങ്ങളുടെ അണികളായിട്ടുള്ള ആൾക്കാരെ നിങ്ങൾക്ക് പൂർണ്ണമായ രീതിയിലത്തേക്ക് ഉറപ്പില്ലാത്ത ഒരു ആശയത്തിന്റെ പേരിൽ സമരത്തിന് അഴിച്ചുവിടുകയോ അതിന്റെ പേരിൽ ഒരു പോലീസ് നടപടി ഉണ്ടാകുന്ന സമയത്ത് തിരുത്താൻ പറ്റാത്ത രീതിയിലത്തേക്ക് ആൾക്കാരുടെ ജീവൻ പോലും അതിൽ ബലിയർപ്പിക്കേണ്ടി വരികയും ചെയ്തു കഴിഞ്ഞാൽ ഇവരൊക്കെ ഞങ്ങളുടെ ധീര രക്തസാക്ഷികളായി എന്ന് പാടി നടക്കുന്നതിനപ്പുറം അവരുടെ വീട്ടുകാർക്കുണ്ടാകുന്ന നഷ്ടത്തിനെ നിങ്ങൾക്കൊരിക്കലും നികത്താനായിട്ട് സാധിക്കില്ല എന്നുള്ള ഒരു തിരിച്ചറിവെങ്കിലും ഉണ്ടാകണം. അതിന്റെ പേരിൽ ദയവ് ചെയ്ത് ഇനിയെങ്കിലും ഒരു തീരുമാനമെടുക്കുമ്പോൾ ആ തീരുമാനത്തിന്റെ എല്ലാ വശങ്ങളും നിങ്ങൾ ആലോചിച്ചതിന് ശേഷം ശരിയാണോ തെറ്റാണോ എന്ന് ഉറപ്പുള്ള ഒരു തീരുമാനം മാത്രം എടുക്കുക. അതല്ല എങ്കിൽ ഈ കൂത്തുപറമ്പിൽ ഇത് സംഭവിച്ചിരിക്കുന്നത് പോലെ വർഷം ഒരു 10-30 കഴിയുമ്പോഴേക്കും നിങ്ങളുടെ നയവും തിരുത്തി, നിലപാടും തിരുത്തി, ആദർശവും നിങ്ങൾ അടുപ്പത്ത് വെച്ച് പിന്നീട് അവസാനം നിങ്ങൾ ഈ പറയുന്ന പ്രതിസ്ഥാനത്ത് കണ്ടിരിക്കുന്ന ആൾക്കാരെ എല്ലാം നിങ്ങളോടൊപ്പം ചേർത്ത് നിർത്തുന്നതിനും അവരെ നിങ്ങൾ സംസ്ഥാനത്തിന്റെ ക്രമസമാധാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഏൽപ്പിക്കുന്നതിനും നിങ്ങൾക്ക് കാരണമായേക്കും. ഞാൻ പറയുന്നത്, ഇവിടെ റവാഡ ചന്ദ്രശേഖർ എന്ന് പറയുന്ന ആളിനെ നമ്മൾ പ്രതിസ്ഥാനത്ത് നിർത്തേണ്ടതുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം 91 കേഡറിലെ ഉദ്യോഗസ്ഥനാണ്, പുറത്തായിരുന്നു. അദ്ദേഹം തിരിച്ചു വന്ന് 2 ദിവസത്തിനകത്ത് ഈ സംഭവം ഉണ്ടാകുന്നു. പോലീസിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു ജില്ലാ പോലീസ് നേതൃത്വത്തിനെ സംബന്ധിച്ചിടത്തോളം മന്ത്രിക്ക് അവിടെ എത്തിയിട്ട് അദ്ദേഹത്തിന്റെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാനായിട്ടും സ്വാതന്ത്ര്യത്തോടു കൂടി അവിടെ നിന്ന് മടങ്ങാനുമായിട്ടുള്ള ഒരു അവകാശം അത് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട്, ആ ലോ ആൻഡ് ഓർഡർ പാലിക്കുന്നതിന് വേണ്ടിയിട്ട് പോലീസിന് കഴിഞ്ഞില്ല എങ്കിൽ പോലീസിന്റെ കഴിവുകേടായിട്ടാണ് അതിനെ വ്യാഖ്യാനിക്കുക. ഇന്നാണെങ്കിലും അങ്ങനെ തന്നെയാണല്ലോ. എവിടെയെങ്കിലും പോയതിനു ശേഷം അതിന് നടന്നില്ല എങ്കിൽ പോലീസ് എന്തിനു കൊള്ളാം എന്നായിരിക്കും മുഖ്യമന്ത്രിയോടക്കം ചോദിക്കുക. അപ്പൊ അങ്ങനെയുള്ള ഒരു സമയത്ത് അവരെ പിരിച്ചുവിടുന്നതിന്, സംഘർഷം ഒഴിവാക്കുന്നതിന് സാധ്യമായ എല്ലാ കാര്യവും ചെയ്തോ ഇല്ലയോ എന്നുള്ളത് മാത്രമാണ് ഇവിടെ ഓഡിറ്റിന് വിധേയമാക്കേണ്ടത്. പോലീസ് ഫയറിങ്ങിന് വേണ്ടിയിട്ട് ഒരു തീരുമാനം ഉണ്ടാകുമ്പോൾ അതൊരു പൊളിറ്റിക്കൽ ഡിസിഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് പൊളിറ്റിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റിനെ ബ്ലെയിം ചെയ്യാം, അവർക്കെതിരെ സമരം ചെയ്യാം, അവർക്കെതിരെ പ്രതിഷേധ പരിപാടികൾ നടത്താം. പക്ഷേ ഓർഡർലി ആയിട്ടുള്ള ഈ തീരുമാനം നടപ്പാക്കുന്നതിന് വേണ്ടി വിധേയരായിട്ടുള്ള ഉദ്യോഗസ്ഥരായിട്ടുള്ള ആൾക്കാരോട് അവരെ പ്രതി ചേർക്കുന്നത് വഴി നിങ്ങൾ അവിടെ സ്ഥാപിക്കാൻ ശ്രമിച്ചത് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. അവിടെ നിങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിച്ചിരിക്കുന്നത് ഈ സംവിധാനം ഒന്നാകെ നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുകയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ബാക്കി അവശേഷിക്കുന്ന അണികളിൽ വീര്യമുണർത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ പോലീസിനെ ദുരുപയോഗം ചെയ്തുകൊണ്ട് പോലീസും ഭരണ സംവിധാനവും ചേർന്നുകൊണ്ട് നിങ്ങൾക്കെതിരെ ഒത്താശ ചെയ്യുകയായിരുന്നു, ഗൂഢാലോചന നടത്തുകയായിരുന്നു, അത് നടപ്പാക്കുകയായിരുന്നു എന്ന് സ്ഥാപിക്കാനാണ് ശ്രമിച്ചത്. അപ്പൊ ഇന്ന് അതിലുള്ള ആൾക്കാരെ മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഉൾക്കൊള്ളുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നേരത്തെ പറഞ്ഞിരുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അടുപ്പിലിട്ട് ചുട്ട് അത് നിങ്ങൾ തിന്നു എന്നാണ്. അങ്ങനെ ഇനിയും നിലപാടുകളെ, നയങ്ങളെ ചുട്ടു തിന്നുന്നതിന് വേണ്ടിയിട്ടും അതിനുവേണ്ടി ആൾക്കാരെ ബലി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടും കേരളത്തിൽ അധികം ആൾക്കാരെ ഇനി ഉപയോഗിക്കരുത് എന്നുള്ളൊരു റിക്വസ്റ്റ് മാത്രമാണ് എനിക്ക് CPM-ന് മുന്നിൽ വെക്കാനുള്ളത്. അതല്ലാതെ റവാഡ ചന്ദ്രശേഖരന്റെ മെറിറ്റ് അല്ല ഇവിടുത്തെ വിഷയം എന്നാണ് ഞാൻ കരുതുന്നത്. ഓക്കെ ശ്രീജിത്ത്, ഞങ്ങൾ ഉദ്ദേശിച്ച സ്ഥലത്ത് തന്നെ ശ്രീജിത്ത് അതുകൊണ്ട് എത്തിച്ചു.